ഹലോ ഹായ് നമസ്കാരം, ഞാൻ അമിന. എല്ലാവർക്കും ഒരിക്കൽ കൂടി അബീസ് ഫീൽഡിലേക്ക് സ്വാഗതം. ഇയാളിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായി. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ആയി ഇയാളൊക്കെ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട്. താഴെ രണ്ടുപേരും കൂടെ വന്നതുകൊണ്ട് ഒരു രക്ഷയില്ല ഞങ്ങൾക്ക്, അല്ല ചേച്ചി? അവന്മാരെ കൊണ്ട് ഞങ്ങളെ പല്ലൊക്കെ പോയി കാണിച്ചു. രണ്ടാമത്തെ പല്ലാണ് പോണത്. അപ്പം ഞങ്ങൾ പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഹോംവർക്കൊന്നുമില്ല. അപ്പോൾ ഹോംവർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് അവനെ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലെ കുറച്ച് ഇതൊക്കെ എഴുതിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ ഒരു എന്താ പറയുക, പ്രസംഗം പഠിക്കാനുണ്ടായിരുന്നു, അത് പഠിച്ചു. അപ്പം ഞാൻ ഓർത്തൊരു വീഡിയോ എടുക്കാം. അത് കുഞ്ഞുങ്ങളെ ആദ്യം തന്നെ എഴുതി എന്താണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള വെച്ചിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സാധാരണയായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇവൻ LKG അംഗനവാടി പഠിക്കുന്ന സമയത്താണ് ഫസ്റ്റായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത്. അത് ഇവൻ അംഗനവാടിയിലേക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇത് കണ്ടിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ഇടാം എന്നുള്ള രീതിക്ക് വീഡിയോസ് എടുത്ത് തുടങ്ങിയത്. അപ്പം അത് പിന്നെ പ്രഗ്നൻസി ടൈം ആയപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ വീഡിയോ ഇട്ടപ്പോൾ അത്യാവശ്യം റീച്ച് കണ്ടപ്പോൾ, അത്യാവശ്യം റീച്ച് തന്നെ അങ്ങനെ ഭയങ്കര റീച്ചല്ല, എന്നാലും ആളുകൾ കാണുന്നുണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെയും നമുക്ക് വീഡിയോസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ 2 കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്ന ഒരു കാര്യമുള്ളതുകൊണ്ട്, അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെയും വീഡിയോ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പം ഞാൻ അധികം വലിച്ചു ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അത് കാരണം സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അതിൽ നല്ല നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കാശി നമ്മൾ ചെയ്യാൻ പോണത് എന്താ, ഫസ്റ്റ് എഴുതാൻ തുടങ്ങുമ്പോൾ എന്ത് എഴുതിയിട്ട് വാവ തുടങ്ങിയത്? ലൈൻ ഇട്ടിട്ടുള്ളായിരുന്നോ? സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനൊക്കെ. അപ്പം നമുക്ക് അതിനെപ്പറ്റി ഇവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പം ആദ്യം തന്നെ ഞാൻ ഇപ്പം അവനിപ്പോൾ റഫ് ബുക്കിൽ എഴുതിക്കൊണ്ട്, വീട്ടിൽ നിന്ന് പഠിക്കുന്ന റഫ് ബുക്കാണ്, അതിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ 2 A4 ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ A4 ഷീറ്റ് വേണമെന്നില്ല, നിങ്ങളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പഴയ ബുക്സ് ഉണ്ടെങ്കിൽ അത് മതി. അപ്പം അതിൽ തന്നെ നമുക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പം ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണെന്നുള്ളത്. കേട്ടോ, അപ്പം ഇതാണ് സ്റ്റാൻഡിങ് ലൈനുകൾ. അപ്പം ആദ്യം തന്നെ നമ്മളൊരു പഴയ ബുക്കോ അല്ലെങ്കിൽ ഇതേപോലൊരു പേജോ എടുത്തിട്ട് അവരെ കൊണ്ട് ചുമ്മാ കുഞ്ഞുങ്ങളെ കൊണ്ട് വരയിടിക്കുക, വെറുതെ കുത്തി വരയ്ക്കാൻ കൊടുക്കുക അവർക്ക്. അപ്പം അവരിങ്ങനെ പെൻസിൽ പിടിച്ചൊന്ന് സെറ്റായി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ സ്റ്റാൻഡിങ് ലൈനുകൾ അവരെ കൊണ്ട് ഇടിയിക്കാം. ഇങ്ങനെ കുത്തനിടുന്ന വരകളില്ല, അതിനാണ് സ്റ്റാൻഡിങ് ലൈൻ എന്ന് പറയുക. സ്റ്റാൻഡിങ് നിൽക്കുന്ന ലൈനുകൾ. അപ്പോൾ അതേപോലെ കുറേ ലൈനുകൾ ഇടിക്കുക. അവരൊരു പേജോ 2 പേജ് എത്ര വെച്ചാൽ അവർ ജസ്റ്റ് കുത്തി വരച്ച് കളിച്ചോട്ടെ. പിന്നെ ഈ സ്റ്റാൻഡിങ് ലൈൻ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് സ്ലീപ്പിംഗ് ലൈൻസ്. കാശി സ്ലീപ്പിംഗ് ലൈൻ കാണിച്ചു കൊടുത്തേ. ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് സ്ലീപ്പിംഗ് ലൈൻ എന്ന് പറയാം. വരച്ചോ, ചെയ്തോ. അപ്പം ഇങ്ങനെ കുറേ ഒരു പേജ്, ഇപ്പം ഇങ്ങനെ കുത്തി വരയ്ക്കാൻ നമ്മൾ ഒരുപാട് പേജ് കൊടുത്ത് പേജ് തീർക്കണം എന്നല്ല. അപ്പം ആദ്യമായിട്ടൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഇങ്ങനെ വെറുതെ വരച്ച് കളിക്കാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ കുറേ സ്ലീപ്പിംഗ് ലൈൻസും കാര്യങ്ങളും ഇടുക. സ്റ്റാൻഡിങ് ലൈൻ ഇടുക, സ്ലീപ്പിംഗ് ലൈൻ ഇടുക. അടുത്തത് എന്ത് ലൈനാ പറഞ്ഞ? സ്ലാൻഡിങ്. 2 ടൈപ്പ് സ്ലാൻഡിങ് ലൈൻ ഉണ്ടല്ലേ? വരച്ചേ, ഏതൊക്കെ സ്ലാൻഡിങ് ലൈൻസ് നോക്കട്ടെ അമ്മ. വരച്ചോ, ആ സ്ലാൻഡിങ് ലൈൻ മുഴുവൻ വരച്ചോ, കുറച്ച് വരച്ചോ, ആ ലൈൻ മുഴുവൻ വരച്ചോ. ഇതാണ് സ്ലാൻഡിങ് ലൈൻ, കുറച്ച് ചെരിച്ചിട്ടുള്ള വരകൾ. അപ്പം നമ്മൾ കുത്തിട്ടിട്ട് നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് തന്നെ അമ്മ കാണിക്കട്ടെ, ഒന്നെങ്കിൽ നമുക്ക് ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ അങ്ങനെ കുത്ത് ഡോട്ടായിട്ടിട്ട് കാണിച്ചു കൊടുക്കാം. ഡോട്ടായിട്ടിട്ട് കാണിച്ചു കൊടുത്തിട്ട് കുഞ്ഞുങ്ങളോട് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വരയ്ക്കാൻ പറയാം. ഇപ്പം കണ്ട, ഡോട്ടായിട്ടിട്ടിട്ട് അവരോട് ഇങ്ങനെ ചെയ്യിക്കുക അവരെ കൊണ്ട്. അപ്പോൾ അവർ അതിൻ്റെ മേൽക്കൂടെ ട്രേസ് ചെയ്താലൊന്നും ശരിയാവില്ല, എന്നാലും ഈ ഇങ്ങനെ ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു ഇത് അവർക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതാണ് ഒരു ടൈപ്പ് സ്ലാൻഡിങ് ലൈൻ അല്ല കുഞ്ഞാ? ഇനി അടുത്ത ടൈപ്പ് സ്ലാൻഡിങ് ലൈൻ ഏതാ? അത് അത്ര മതി കുഞ്ഞാ. ഇവിടെ അടുത്ത മറ്റേ ടൈപ്പ് സ്റ്റാൻഡിങ് ലൈൻ കാണിച്ച് സ്ലാൻഡിങ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ അങ്ങോട്ട് സ്ലാൻഡ് ചെയ്ത പോലെ തന്നെ ഇങ്ങോട്ടും. ഇതാണ് അടുത്ത ടൈപ്പ് സ്ലാൻഡ്. അത് കുഞ്ഞുങ്ങളുടെ കൈ എല്ലാ വശത്തേക്കും എഴുതുന്നതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിക്കുന്നത്. പുറത്ത് ബഹളം തുടങ്ങിയിട്ടുണ്ട്.
അപ്പം ഈ ലൈന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് ഏതാ കാശി? കേവ്. ഏതാ കേവ് ഫസ്റ്റ് കാണിച്ച? അപ്പം ഇതേപോലെ കുറച്ച് കാണിച്ചു വന്നു. അപ്പം ഇങ്ങനെ സി തിരിച്ചിട്ടാലെങ്ങനെ, അതാണ് കേവ്സ് അല്ലേ. അപ്പം ഇതേപോലെ ഇങ്ങനെ കുറേ കുഞ്ഞുങ്ങളെ കൊണ്ട് വെറുതെ ചെയ്യിക്കുക. പിന്നെ എങ്ങനെയാ അടുത്ത കേവ് എങ്ങനെയാ? വരയ്ക്ക്. അതേപോലെ തന്നെ തിരിച്ചു. പിന്നത്തെ കേവ് എങ്ങനെയാ? ഇപ്പം നമ്മൾ ഇങ്ങനെ ഇട്ട പോലെ തന്നെ അവരെ കൊണ്ട് ഇങ്ങനെ കേവ് ഇടിപ്പിക്കുക. സി എഴുതുമ്പോഴും അവരെ കൊണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ജസ്റ്റ് 1-2 എണ്ണത്തിന് കുറച്ചൊരു പേജിൽ മുഴുവനാണെങ്കിലും നമ്മൾക്ക് ടൈമൊക്കെ കുറച്ച് പോവും. നമ്മൾ ഇതേപോലെ ഏരോ ഇട്ട് കൊടുത്ത് ഇങ്ങനെ വേറെ ലൈൻ ഇട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ അതും നല്ല കാര്യമായിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വരപ്പിക്കുക. അവർ വരയ്ക്കുമ്പോൾ തെറ്റൊക്കെ ചെയ്യും, പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അവരാദ്യമായിട്ട് എഴുതി പഠിക്കില്ല. പിന്നെ അടുത്തത് ഏതാ വരുന്നവല്ല? ഇങ്ങനെ റാ പോലെ വരുന്നില്ലേ? പിന്നെ യു പോലെ വരുന്നത് അവിടെ തന്നെ വരച്ച സ്ഥലമല്ലേ? അപ്പം ഇതും അതേപോലെ തന്നെ നമ്മളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ യു പോലെ അല്ലേ? ഇതൊക്കെ അവരെ കൈക്കൊരു തഴക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം അയ്യോ ചെയ്തോ. ഇങ്ങനെ അതൊക്കെ ചെയ്യുമ്പോൾ അവരെ കൈക്കൊരു തഴക്കം കിട്ടും, അവരെ എഴുതാൻ പഠിക്കുകയും ചെയ്യും. അപ്പം ഇതൊക്കെയാണ് അവരെ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലേ ആശി? അപ്പം ഇതാണ് നമ്മുടെ ബേസിക്കായിട്ട് കുഞ്ഞുങ്ങൾക്ക് ചെയ്ത് കൊടുക്കേണ്ട ഫസ്റ്റത്തെ കുറച്ച് കാര്യങ്ങളല്ലേ കണ്ണാ? അപ്പം ഇതേപോലെ ഞാൻ പുതിയ ബുക്ക് വാങ്ങിക്കണം, ഇതിനു വേണ്ടി ബുക്ക് വാങ്ങിക്കണം, A4 ഷീറ്റ് കളയണം എന്നൊന്നുമല്ല പറയുന്നത്. ജസ്റ്റ് നിങ്ങളെ കയ്യിൽ നിങ്ങൾ ഉപയോഗിച്ച എന്തെങ്കിലും പേപ്പേഴ്സോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് എന്തെങ്കിലും വീട്ടിൽ നോട്ടീസ് കിട്ടുന്നതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും മതി. വെറുതെ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അവർ അതിൽ കുത്തി വരയ്ക്കട്ടെ. പെൻസിലും കൊടുക്കുക. അവരെ കൈ പിടിച്ചെഴുതിക്കാൻ ഞാൻ പറയുന്നില്ല. തന്നെ പെൻസിൽ പിടിച്ച് എയിമാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ പിടിച്ച് കാണിച്ചു കൊടുക്കുക. പിന്നെ അവരെന്നെ ചെയ്തോളൂ. അപ്പോൾ അതുപോലെ കുത്തിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ വർക്ക് ബുക്ക് കുറച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല അതിൻ്റെ വർക്ക്. അപ്പോൾ അത് ചെയ്തിട്ട് നമ്മൾ വേണമെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ട് തരാം. അപ്പം അത് ഉടനെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യത്തിലൊക്കെയാണ്. അപ്പം ഞാനും ഇവരെ രണ്ടുപേരെ കാര്യങ്ങൾ ട്വിൻസാണ്. വീഡിയോ മുന്നേ കണ്ടവർക്ക് അറിയായിരിക്കും. ഇരട്ട കുട്ടികളാണ്. രണ്ടാമത്തെ 2 വയസ്സാവുന്നുള്ളൂ ഇപ്പോൾ. അപ്പം അവരെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഇയാളെ കാര്യങ്ങൾ നോക്കണം. ഇയാളെ പഠിപ്പിക്കണം. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം എല്ലാം കൂടെ അതിൻ്റെ ഇടയിൽ ചെയ്യുന്നതാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനോടുള്ള താല്പര്യം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുഞ്ഞുങ്ങളെ എന്താ പറയുക, നമ്മൾ നിർബന്ധിച്ച് ചെയ്യിക്കാതെ അവർക്ക് ജസ്റ്റ് ആദ്യം നമ്മൾ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു പെൻസിലും ഒരു പേപ്പറും കൊടുക്കുക. പിന്നെ കഴിവതും നമ്മൾ കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ചുമരിലൊക്കെ കുത്തി വരച്ച് ഇവിടെയൊക്കെ വരച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അത് കുഴപ്പമില്ല. പക്ഷേ അത് കുഴപ്പമുള്ള പേരൻസ് ഉണ്ടാവും. അങ്ങനെയുള്ളൊരു കുഞ്ഞിൻ്റെ കൂടെ ഇരുന്നിട്ട് കുഞ്ഞുങ്ങളത് വരയ്ക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇവിടെ ചുമരിലാണ്ടേ നിങ്ങൾക്ക് പുറകിൽ കാണാൻ പറ്റും. ഫുൾ കലാവിരുദ്ധകളാണ് അല്ല ആശി? ഇയാളതാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്കത് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പെയിൻ്റ് അടിക്കും ഇപ്പോഴല്ല. ഈ ചെറിയ കുഞ്ഞുമണികളും കൂടെ ഒന്ന് വലുതായിട്ട് പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് താല്പര്യമില്ലാത്ത ആൾക്കാർ എന്താണെങ്കിലും എന്ത് ചെയ്യുക, അവരെ സമ്മതിക്കാതിരിക്കുക. പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ തല്ലിയിട്ടും അടിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ആദ്യം അവർ ചെയ്യാൻ പോകുമ്പോൾ പിണങ്ങുക. ഇവർ കാശി ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ പിണങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു അവരെ വീടല്ല, അവർ വരച്ചോട്ടെ, അവർ വരച്ച് പഠിച്ചോട്ടെ, കുഴപ്പമില്ല, നമുക്ക് പെയിൻ്റ് അടിച്ചാൽ പോരേന്ന് പറഞ്ഞു. അവരെ ഇഷ്ടത്തിന് അവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അച്ഛൻ പിന്നെ അച്ഛൻ പറഞ്ഞു, അത് കേൾക്കാമെന്ന് വിചാരിച്ചു. ഞാനൊന്നും പറയാൻ പോയിട്ടില്ല. അപ്പോൾ പിന്നെ അവരെല്ലാവരും നന്നായിട്ട് വരച്ചിട്ടിട്ടുണ്ട്. പിന്നെ അവരുടെ ബർത്ത്ഡേ ആയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചു. നല്ല കാശി എല്ലായിടൊന്നും ഇല്ല, മെയിനായിട്ടുള്ള ഏരിയ മാത്രം ഞങ്ങളൊന്ന് പെയിൻ്റ് അടിച്ചു. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ.
ടൈമില്ല. അപ്പോൾ അത് അവരവിടെ പുറത്ത് ബഹളം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിവനെ ഇന്നിപ്പോൾ പഠിപ്പിക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അവൻ പഴയതെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ എക്സാമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്കൂൾ തുറന്നിട്ടുള്ളൂ, പക്ഷേ എക്സാം തുടങ്ങി. അപ്പോൾ അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് കുറച്ച് എഴുതിക്കൊക്കെയാണ് ചെയ്തത്. കണ്ടോ, പടം വരെയാണ്, കിട്ടിയ ഗ്യാപ്പിൽ പടം വരെയാണ്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പം മറ്റ് വീഡിയോസായിട്ട് ഉടനെ വരും. അപ്പോൾ ഉടനെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നതിന് മുന്നേ കോലം കണ്ടാലും ഞെട്ടരുത്. അപ്പോൾ ഒരുങ്ങാനൊന്നുള്ള ടൈമില്ലാത്ത കാരണം ജസ്റ്റ് ഒരു മുടിക്ക് ക്ലിപ്പിട്ട് ഒരു മാലയിട്ടൊരു പൊട്ടുണ്ട്. അത്രേ ചെയ്തിട്ടുള്ള അല്ല കാശി. ഇവരെ വെച്ച് എന്ത് പറഞ്ഞാലും ഇവരെ വെച്ച് അങ്ങനെ ഒരുങ്ങി വന്ന് വീഡിയോ എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല. ഇവരെ ഉറങ്ങുന്ന ടൈമിലാണ് എന്തെങ്കിലും പണിയൊക്കെ തീർക്കാനുള്ള എടുക്കുക. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ വീഡിയോസ് ഒന്നും ഇപ്പോൾ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉടനെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. ബൈ ബൈ.